എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ ഇന്നൊരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞൊരു വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത്. അതും 2 ദിവസം ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തില്ല, ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ. ഒന്നാമത് നമ്മുടെ പണിക്കാർ വരാതെ ആയപ്പോൾ തന്നെ നമ്മളുടെ എല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്വസ്ഥതയില്ലാതെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ പപ്പ എഴുന്നേറ്റ് കഴുകലും മുറ്റം കഴുകൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പണിക്കാർ വരുമോ വരൂലേ എന്നുള്ളൊരു സംശയത്തിലാണ്. എല്ലാ ദിവസവും അങ്ങനെ സംശയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഒരു പണിക്കാരൻ വന്ന്, ചൊവ്വാഴ്ച പണിക്കാരും വന്നില്ല, ബുധനാഴ്ചയും പണിക്കാർ വന്നിട്ടില്ല, പിന്നെ വ്യാഴാഴ്ച ദിവസമാണ് കാണണം. അപ്പോൾ ഇന്നും പണിക്കാർ വരുമോ വരൂലേ എന്നുള്ള. അപ്പോൾ ഏതായാലും കോൺട്രാക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞ് അവരിനി വരൂല, കാരണം അവർക്കിത് പൈസ കുറവാണ്. അവരെ സംബന്ധിച്ച് അവർ ദൂരം നിന്ന് വരണോണ്ട് തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ടൈം 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു 2 മണിക്കൂർ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവർക്ക് ഇപ്പോൾ രാവിലെ പോകുന്നത് കൊണ്ട് തന്നെ വെളുപ്പിൽ എഴുന്നേക്കണം, അങ്ങനെയൊക്കെ. അതുകൊണ്ട് അവർ ഇത്രയും ദൂരം വന്നിട്ട് പണിയെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ അവരങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പണിക്കാരെ നമുക്ക് വെക്കേണ്ടിയില്ലായിരുന്നു. അതവർ പറയാതെ വന്നിട്ട് ഇത്ര ദിവസം പണി ചെയ്ത്. അപ്പോൾ അവർക്ക് പറയാനൊരു വിഷമം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നേരിട്ട് പറയാനൊരു വിഷമം അങ്ങനെയൊക്കെ. അങ്ങനെ ഏതായാലും അവർ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനപ്പോൾ എൻ്റെ പ്ലാനൊന്ന് മാറ്റി. ഇന്ന് വീട്ടിലിരുന്നിട്ട് മൂഡ് ഓഫ് ആകണ്ട. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളൊരു ആൻറ്റീനെ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ആൻറ്റിയാണ്. പക്ഷേ ഞങ്ങളുമായിട്ട് റിലേഷനൊന്നുമില്ല, എങ്കിലും റിലേഷനും രക്തബന്ധത്തിനും അപ്പുറത്തുള്ള ആ ഒരു കണക്ഷനുള്ള ഒരു ആൻറ്റിയാണ്. അപ്പോൾ ആ ആൻറ്റി കുറേ നാളായിട്ട് നാട്ടിൽ ഇവിടെ ഇല്ല. ഭർത്താവ് മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായതാണ്, മക്കളും ഇല്ലാത്ത ആൻറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാണാൻ വേണ്ടി പോകാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കരുതിയിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് തന്നെ ആയാലും ഇങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ റയനാണെന്നുണ്ടെങ്കിലും വേണ്ടല്ല, അങ്ങനെ റയനെയും കൂട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ അപ്പോഴത്തെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പോകുന്നുണ്ട് കേട്ടാന്ന്. അപ്പോൾ പറഞ്ഞ് ഞാൻ കുറേ നാളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്, അപ്പോൾ പോകണം, പോയി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഏതായാലും ആ ഒരു തയ്യാറെടുപ്പിൽ ഞാൻ വേഗം തന്നെ ഇത്തിരി പുട്ടും കടലക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. റയൻ പിന്നെ കഴിക്കൂലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉടുത്ത് വേഗം പോയിട്ടാ. കാരണം ഇനി ഉച്ചക്കുള്ള കാര്യത്തിനും കൂടി ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈം പോകും, നട്ടുച്ചയായി പോകും. പിന്നെ നമ്മൾ വിചാരിക്കും വൈകുന്നേരം പോകാമെന്ന്. വൈകുന്നേരം തളർച്ച ക്ഷീണമൊക്കെ ഇട്ട് അങ്ങനെ മാറിയിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പപ്പ എന്തും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഫുഡ് കറക്റ്റായിട്ട് ഇന്നത് വേണം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യാം, പോയിട്ട് വാന്ന് പറഞ്ഞ്. അങ്ങനെ ഏതായാലും ഞാൻ ഈ ഒരു പുട്ടും കടല, അപ്പോൾ പുട്ടും കടല കഴിച്ചാൽ തന്നെയും പെട്ടെന്ന് വിശക്കൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പുട്ടും കടല വെച്ചത്. കടലാണെങ്കിൽ വേവിച്ചത് ഫ്രിഡ്ജിലുണ്ട്. അങ്ങനെ വേഗം ആ ഒരു പണി കഴിഞ്ഞ് ഏതായാലും പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. ആദ്യം ഈ പരിപാടികൾ കഴിയട്ടെ, കാരണം കുറച്ച് നാളുകളായിട്ടുണ്ട്, ദിവസങ്ങളെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളുകളായിട്ടുണ്ട്. പോയി കാണണമെന്ന് പറഞ്ഞിട്ട് എന്തോ അതിന് പറ്റിയൊരു അവസരം ഇങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതൊരു അവസരം കണക്കാക്കിയാണ് നമ്മളിതേ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ റൈനും കൂടി ഓട്ടോക്കാണ് പോണത്. അങ്ങനെ നമ്മൾ ഈ സ്ഥലമെന്ന് പറയുന്നത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് പോയതാണ്. അപ്പോൾ അവിടെ കുറേ ചേഞ്ചസ് വന്ന് കാണും എന്നൊക്കെ ഞാൻ റൈൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചേഞ്ചസ് വന്നാൽ എനിക്ക് മനസ്സിലാകാതിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചേട്ടാ. പക്ഷേ ഒരു മാറ്റവും ആ സ്ഥലത്ത് വന്നിട്ടില്ല. അപ്പോൾ സ്ഥലം ഏതാണെന്നും എവിടെയാണെന്നും ഞാൻ പറയുന്നില്ല, കാരണം ആദ്യം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണേ, മക്കളും ഭർത്താവും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ആളുകളുടെ കൂട്ടത്തിലേക്കാണ് താമസിച്ചിരുന്ന് വെച്ചത്. അപ്പോൾ ഈ വീട് പൂട്ടിയിട്ട് വെച്ചു. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് നമ്മളുടെ വീട്ടിൽ ജീവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഒരു സ്ഥലത്തും കിട്ടില്ല. അങ്ങനെ ആൻറ്റി തിരിച്ചിവിടെ തന്നെ വന്നിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും എല്ലാം. അങ്ങനെ പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റുന്നില്ല, അത്രയും പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റീനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഇന്ന് ഏതായാലും എന്ന് വെച്ചാൽ ആൻറ്റി എന്നെ ഫോൺ ചെയ്യാറുണ്ട്, ഞാനും ഒക്കെ അങ്ങോട്ട് വിളിക്കാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ വന്ന് കാണുക ഇപ്പോഴാണ് നടന്നത് കേട്ടോ. അപ്പോൾ കുറേ ചേഞ്ചസ് വീടുകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ നമുക്ക് മനസ്സിലാകാത്ത രീതികളൊന്നുമില്ല, എല്ലാം പഴയ പോലെയൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു വീടെന്ന് പറയുന്നത് ഞാൻ ജനിച്ച കാലം തുടങ്ങി കാണുന്ന ഒരു വീടാണ്. അപ്പോൾ ആ വീടിന് അത്രയും പഴക്കമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ആൻറ്റി എന്നെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ വെച്ച് എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ആൻറ്റിയെ കാണിക്കണില്ലെങ്കിൽ പിന്നെ ഈ ആൻറ്റി അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോലും യൂട്യൂബൊന്നും അറിയില്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ചെയ്യണത് അതെന്താണെന്ന് ഒന്നും അറിയില്ല. ഒരു ബേസിക് ഫോണാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഞാനിത് വീഡിയോ
ആൻറ്റീനെ ഞാൻ ഇതിനകത്ത് കാണിക്കാത്തതും. ഇപ്പോൾ ചോദിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഇതിപ്പോൾ അതെന്താണെന്നൊന്നും അറിയില്ല, അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചാർഡിനെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള അതായത് രാത്രി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകേണ്ടി വന്നു തന്നെ. അപ്പോൾ എൻ്റെ അമ്മക്ക് പെട്ടെന്നൊരു വയ്യായി തോന്നിട്ട് അമ്മ ബോധം പറഞ്ഞ പോലെ ആയിപ്പോയി. എന്തോ അമ്മക്ക് അസ്വസ്ഥതകൾ വന്ന്. അപ്പോൾ ഈ ആൻറ്റിയാണ് എന്നെ കൊണ്ടുപോയതും കൂടെ നിന്നത് ഒരു സ്ത്രീയായിട്ട്. പിന്നെ എൻ്റെ ബ്രദറാണ് കൊണ്ടുപോകുന്നതല്ല. ജാക്സൺ നാട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല. കുഞ്ഞിന് 2 മാസം പ്രായപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബ്രദറും ഈ ആൻറ്റിയും കൂടിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലെത്തിയേ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് ബസ്സിലായിരുന്നു കേട്ടോ. മിനി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞതാ ഉടനെ തന്നെ റൂബിയുടെ ചിക്കൻ വേവിക്കാൻ വെച്ച് ഇത് തണുപ്പ് മാറി ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നിന്ന് തണുപ്പ് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വേഗം തന്നെ ഇത് വേവിക്കാനും വെച്ച്. പിന്നെ സമയം കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞില്ലേ പുട്ടും കടലൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ പപ്പക്ക് വിശക്കണില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പഴം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന്. ആൻറ്റിക്ക് അങ്ങനെ ഒന്നും വെച്ച് ഉണ്ടാക്കി തരാൻ പറ്റിയ ഒരു ആരോഗ്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പണ്ട് എന്ന് വെച്ചാൽ ആൻറ്റിയുടെ നല്ലൊരു പ്രായത്തിൽ ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത്, ഇപ്പം എന്നെ ഡെലിവറിക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോഴത്തെ എൻ്റെ പ്രായമുള്ളതെന്ന് ആൻറ്റിക്കുള്ളത്. നല്ല ചുറുചുറുക്കായിട്ട് ഓടി നടക്കണ ഒരാൾ. അപ്പോൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റിയാണ് രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും. എന്ത് കാര്യത്തിനും പെട്ടെന്ന് ഭാര്യ പോയിക്കോ ചെയ്തു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ പോകാൻ, അങ്ങനെയൊക്കെ എല്ലാവർക്കും ഞങ്ങളെപ്പോലെ തന്നെ കുറേ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അവർക്ക് രണ്ടുപേർക്കും. അവരുടെ കാര്യങ്ങൾ കളഞ്ഞാലും അവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ളൊരു കപ്പിൾസായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞ് പോകണേന്. അങ്ങനെ ഞാൻ അപ്പോൾ ഇത് ആൻറ്റി അന്നൊക്കെ നല്ല പ്രായത്തിലൊക്കെ പാചകം ചെയ്യും. സിറിയനാണ് ആൻറ്റി. അപ്പോൾ ഞങ്ങൾ ലത്തീനാണല്ലോ, അപ്പോൾ സിറിയൻ്റെ അകത്തു നിന്നാണ് അങ്കിൾ കെട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പാചകമൊക്കെ സിറിയൻ പാചകമൊക്കെ ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ് ആൻറ്റിയുടെ ഓരോ സാധനങ്ങളും. എൻ്റെയും പപ്പടയും കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ വിളിച്ചിട്ട് നല്ലൊരു ട്രീറ്റ് തന്നായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു രുചി പോലും നമ്മളിന്നും മറക്കൂല. അത്രയും നല്ല പാചകക്കാരിയാണ്. ഇപ്പം ഞാനത് റൈൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, ഇപ്പോൾ പ്രായമൊക്കെ ആയി നമുക്കിനി ഇപ്പോൾ പാചകത്തിൻ്റെ റെസിപ്പി ഒന്നും ചോദിക്കാൻ പറ്റൂല, കാരണം അവർക്ക് തെറ്റിയൊക്കെ പോകും. അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേയധികം പാചകം ഈ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് യൂട്യൂബിൽ കാണിക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ റൈൻ്റെ അടുത്ത് പറയണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞിട്ടേ വേഗം ഇത്തിരി ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു റയന് വേണ്ടിയിട്ട്. റയനാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഒക്കെ നടക്കുന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നല്ല രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ ഉച്ചക്കെന്ന് വിചാരിച്ചു. വേറെ കറികൾ ഇപ്പോൾ തലേദിവസത്തെ നമ്മൾ ഉണ്ടാക്കിയ കൂട്ടുകറി ആയിരിക്കണം. അതൊന്നും റയന് വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ കഴിക്കും, കഴിഞ്ഞ ദിവസം കഴിച്ച്, ഇനിയും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അവൻ പറഞ്ഞൊന്നും ഉണ്ടാക്കണ്ട, എനിക്കത് തന്നെ മതി എന്ന് പറഞ്ഞെങ്കിലും നമ്മളുടെ മനസ്സിന് അതൊരു വിഷമമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒരു ചിക്കൻ കറി, അതും കുക്കറിൽ, നമ്മളുടെ നേരം പോയേക്കണല്ലേ, അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ നമ്മളുടെ ചോപ്പർ അടിപൊളി കേട്ടോ. എനിക്ക് എന്തൊരു സാറ്റിസ്ഫാക്ഷനാണെന്നറിയാമോ. ഇത്രയും നാളും വലിച്ചല്ലേ നമ്മൾ ചോപ്പ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ചോപ്പർ ഇത് ഇലക്ട്രിക്കിൻ്റെ മേടിക്ക്. പക്ഷേ എനിക്കത് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ അത് കുറച്ച് ക്യാപ്സിക്കം ഒരു പീസ് ബാക്കി അവിടെ ഇരിക്കേണ്ടായിരുന്നു. കുറച്ചധികം ദിവസമായിട്ട് അത് ഫ്രിഡ്ജിരിക്കണം. അതും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തിടാമെന്ന് വെച്ചാൽ എല്ലാം കൂടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ചോപ്പ് ചെയ്ത് അത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പ ചിക്കൻ കറി കഴിക്കില്ല. എന്നാൽ പിന്നെ ഒരു മുട്ട അങ്ങോട്ട് പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ച് 3 മുട്ടയും എടുത്തിട്ട് അതും ചോപ്പറിലേക്ക് ഇട്ട്. അപ്പോൾ മുട്ടക്ക് ഇടാനുള്ള സവാള ഞാൻ ഏതായാലും ചോപ്പ് ചെയ്ത കൂട്ടത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സവാളയും കൂടി ഇടാം. എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ.
നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടയുടെ ബീറ്റിങ് ഇതിനകത്ത് തന്നെ ഞാൻ ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മുട്ട വറുത്തതും ചിക്കൻ കറിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടലക്കറി രാവിലത്തേതുണ്ടല്ലോ, ആ കടലക്കറിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴിക്കാം. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് ഇത്തിരി സവാളയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്തേക്കുള്ള മസാല ഇട്ടിട്ട് ചിക്കനൊന്ന് അടച്ച് വെച്ചതിന് ശേഷം അത് ഫ്രൈ ചെയ്യാം, മുട്ട വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അപ്പോഴേട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ചോറ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എനിക്ക് കഴിക്കാനുള്ള നേരിട്ട് ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട് കേട്ടോ, വിശക്കണില്ല ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നത്. അത് പണിക്കാരില്ലാത്തത് കൊണ്ട് തന്നെയും പപ്പ ഭയങ്കരമായിട്ട് മൂഡ് ഓഫാണ്. പപ്പ വിചാരിക്കണ കാര്യങ്ങൾ മൊത്തത്തിൽ പോണേണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ റയൻ്റെ കാര്യങ്ങളും കേട്ടോ. റയൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വീണ്ടും ഡിലേ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ 2 മെഡിക്കൽ കഴിഞ്ഞത് എന്താ സംഭവം എന്ന് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ അങ്ങനെ ഡിലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. ഈ ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് 2 മാസം 3 മാസത്തിൽ കൂടുതൽ അവർ നിർത്തൂല, അപ്പം തന്നെ കയറ്റി വിടും. ഇതെന്തോ ഒരു കാര്യങ്ങൾ കമ്പനിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും റയൻ്റെ ഒരു സമയദോഷം എന്നും പറയാം. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ട് നിൽക്കാം, വേറെ ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനത് പറയും എൻ്റെ അടുത്ത്. അപ്പോൾ അവൻ പറയും മമ്മി എനിക്ക് മോട്ടിവേഷൻ തരേണ്ട ആവശ്യമില്ല, കാരണം മമ്മിക്ക് വേണമെങ്കിൽ ഞാൻ മോട്ടിവേഷൻ തരാം, മമ്മി വിഷമിക്കാതിരിക്കാനായിട്ടെന്ന് എന്നോട് പറയും. അതുകൊണ്ട് പിന്നെ അവനെ നമ്മൾ സമാധാനിപ്പിക്കേണ്ട കാര്യമില്ല, അവൻ ഹാപ്പി ആയിട്ട് നമ്മളുടെ മുമ്പിൽ അഭിനയിച്ച് നടക്കും. അപ്പോൾ എനിക്ക് കുട്ടികളുടെ കാര്യം അറിയാമല്ല. ഈ എമ്പതി എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് നമ്മളെ മാനസികമായിട്ട് വളരെയധികം പ്രശ്നത്തിലാക്കും. അത് റയൻ ഒട്ടും ഇഷ്ടമല്ല. റയൻ പറയും എമ്പതി നല്ലതാണ്, പക്ഷേ അത് നമ്മളുടെ ജീവിതത്തിനെ തകർത്ത് കളയും മമ്മി, അതുകൊണ്ട് സ്ട്രോങ് ആയി നിൽക്കുക, മനസ്സിനെ ശക്തിപ്പെടുത്തി നിർത്തുക എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ കാര്യമാണ്. എനിക്കൊന്നും കാണാൻ പറ്റില്ല, എനിക്ക് ഭയങ്കരമായ വിഷമം വരും. പക്ഷേ എൻ്റെ വീട്ടിലാരും ഇങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിയാനാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ള വഴിയിലുള്ള മൃഗങ്ങൾ മുഴുവൻ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നും. കാരണം അത് കാണുമ്പോൾ എന്ത് ഒരു വിഷമം കണ്ടു കഴിഞ്ഞാലും അപ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ വീട്ടിലാരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനെയുള്ള കാര്യത്തിന്. അപ്പോൾ എല്ലാവരും പറയും ഈ ലോകത്ത് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, എല്ലാ ദുഃഖങ്ങളും നമുക്ക് തീർക്കാൻ പറ്റില്ല, നമ്മൾ നമ്മളുടെ ജീവിതം നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ട്രബിളിലാകും. ഇതെല്ലാവരും എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ മറ്റൊരുത്തൻ്റെ വസ്ത്രത്തിലേക്ക് കയറുക എന്ന്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറയുമ്പോഴത്തേക്ക് റായ കോമഡി ആയിട്ട് എൻ്റെ അടുത്ത് പറയും കേട്ടോ, മമ്മി ഇടയ്ക്കെങ്കിലും മമ്മിയുടെ വസ്ത്രത്തിലും മമ്മി കയറണേ, മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ തന്നെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കില്ല പറയും കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഈ മോട്ടിവേഷനൊന്നും എന്നോട് പറയരുതെന്ന് റയം പറയും. അതൊക്കെ മമ്മിയുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്, മമ്മിക്ക് വേണമെങ്കിൽ മോട്ടിവേഷൻ ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവനെ ഒരു രീതിയിലും സമാധാനിപ്പിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പക്ഷേ റിച്ചാർഡ് അങ്ങനെയല്ല കേട്ടോ. റിച്ചാർഡിന് നമ്മൾ ഇത്തിരി മോട്ടിവേഷന് സമാധാനമൊക്കെ കൊടുക്കണം, അവന് ഭയങ്കര ഇഷ്ടമാണ്. റയനാണ് നമ്മളുടെ വീട്ടിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുള്ള ഒരാളെന്ന് എനിക്ക് തോന്നാറുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ട് 2 കാര്യത്തിനും സ്ട്രോങ് റയൻ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും അതെ, എന്ത് കാര്യത്തിനും അതെ കേട്ടോ. മാനസികമായിട്ട് അവൻ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തും. അതുപോലെ നമ്മളെ പൊക്കിയെടുക്കണം, എന്ത് വേണമെങ്കിലും അവൻ ചെയ്തോളൂ കേട്ടോ. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇതാണ് റയൻ്റെ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ റിച്ചാർഡ് ആണെങ്കിലും റോജർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല, ഇവൻ്റെ അത്രയൊന്നും സ്ട്രോങ് ഒരിക്കലും ആകാൻ പറ്റൂല. ഇപ്പോൾ പപ്പ ശാരീരികമായിട്ട് നല്ല സ്ട്രോങ് ആണ്, ഈ റയൻ്റെ പോലെ പൊക്കിയെടുക്കണം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ സ്ട്രോങ് ആണ്, അതാണ് റയന് കിട്ടിയേക്കുന്നത്. പക്ഷെ മാനസികമായിട്ട് പപ്പ സ്ട്രോങ് ആണെന്നോ സ്ട്രോങ് അല്ലെന്നോ എനിക്ക് പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ റയന് സംഭവങ്ങൾ ദുഃഖങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമെങ്കിൽ അവനത് ഒരിക്കലും കാണിക്കൂല, അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. പപ്പക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദുഃഖങ്ങൾ സന്തോഷങ്ങൾ അതൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും റയൻ്റെ വക എനിക്ക് ഒരുപാട് മോട്ടിവേഷനാണ് കിട്ടിയത് കേട്ടോ. ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട്, മക്കളുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെ, മക്കളില്ലാത്ത അവസ്ഥയിൽ എന്തോരം ആളുകളുണ്ട്. പിന്നെ മമ്മി എന്തിനാണ് അങ്ങനെ എനിക്ക് കുറേ മോട്ടിവേഷൻ തന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ തുറന്ന് സമാധാനം എന്ന് ഞാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റയൻ്റെ ഒരു സ്വഭാവ രീതികൾ കേട്ടോ. പിന്നെ അതേ പിറ്റേ ദിവസം നമ്മൾ വെള്ളിയാഴ്ച കേട്ടോ, വെള്ളിയാഴ്ച ഒരു പണിക്കാരനെ ഏതായാലും വേറെ സ്ഥലത്തു നിന്ന് അച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരിട്ടിട്ട് പോയ പണി അച്ചുവിൻ്റെ കോൺട്രാക്ടേഴ്സ് ഇത് പണിയിൽ വരുന്ന ആൾ തന്നെയാണ്, എങ്കിലും ചില സമയത്ത് അവർ വേറെ സ്ഥലത്തേക്കൊക്കെ പണിക്ക് പോകുകയും, അപ്പോൾ അങ്ങനെയൊക്കെ മറ്റവർ വേറെ സ്ഥലത്തേക്കൊക്കെ പണിക്ക് പോയി, അതുകൊണ്ട് പിന്നെ വേറൊരു ആളെ കൊണ്ടുവന്നു കേട്ടോ.
ഇന്ന് രാവിലെ വെള്ളിയാഴ്ച രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ട് എനിക്ക് ഗ്യാസൊക്കെ കയറിയിട്ട് വയറൊക്കെ വരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ നോക്കുമ്പോൾ 2 പാക്കറ്റ് നൂഡിൽസ് ഉണ്ട്. നൂഡിൽസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. അങ്ങനെ നൂഡിൽസ് തന്നെ കഴിക്കേണ്ടി വന്നു. എത്രയും പെട്ടെന്ന് കഴിക്കണം, ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് എനിക്ക് സഹിക്കണം. അങ്ങനെ നൂഡിൽസ് വേഗം തന്നെ ഉണ്ടാക്കി. പിന്നെ ആ വന്ന ആൾക്ക് ഏത്തപ്പഴം തന്നെ പുഴുങ്ങിയിട്ട് വൈകുന്നേരം അത് തന്നെ കൊടുത്ത്, രാവിലെ അത് തന്നെ കൊടുത്തിട്ട് ചായയുടെ കൂടെ. എനിക്ക് പിന്നെ അങ്ങോട്ട് വല്ലാത്തൊരു തളർച്ചയും എന്തോ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ റെസ്റ്റ് ചെയ്തൊരു ദിവസമായിരുന്നു. പാചകമാണെന്നുണ്ടെങ്കിലും ഞാനൊന്നും വീഡിയോയും എടുത്തില്ല. പാചകങ്ങളെന്ന് പറയാനായിട്ട് ഇന്ന് ഞാൻ കുറച്ച് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു, പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൂട്ടുകറി അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ റയനി തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഈ ഒരു ചമ്മന്തി അരക്കലും പപ്പടം വറുക്കലും മാത്രമൊന്നും ചെയ്തതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എനിക്ക് തീരെ വയ്യാത്ത പോലെ. പിന്നെ അത് മാറി കേട്ടോ, വൈകുന്നേരപ്പോഴത്തേക്കും എല്ലാം മാറി. അപ്പം ഞാൻ വേഗം പെരക്ക കോത്തൊന്ന് തുടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂബിക്ക് ചിക്കൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തലേദിവസം നമ്മൾ റയന് വേണ്ടിയിട്ട് ചിക്കൻ കറി വെച്ചത് കുറച്ച് റൂബിക്കും ചിക്കൻ കറിയുമായിട്ട് വെച്ചത് തീർന്നു. ഏറ്റവും അവസാനത്തെ ചിക്കനായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ റൂബിക്ക് ചിക്കൻ ഇല്ല. അതുകൊണ്ട് വേഗം ഞാൻ ചിക്കൻ മേടിച്ച് റൂബിക്ക് വേഗം വേവിച്ചിട്ട് ബാക്കി ചിക്കൻ എല്ലാം എടുത്ത് ഫ്രീസറിൻ്റെ അകത്തോട്ട് വെച്ചിട്ടാ. അല്ലാതെ ഇനി പാചകം പറ്റൂല. ഞാൻ അങ്ങനെ കിടന്ന് ഇന്ന് വൈകുന്നേരം വരെ കിടന്ന്. പപ്പ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഒട്ടും റെസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഒരു പണിക്കാരനാകുമ്പോഴത്തേക്കും പപ്പയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ജനലിൻ്റെ പാളികളൊക്കെ ഇങ്ങനെ മറിച്ചും തിരിച്ചും പിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അതിന് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പിടിച്ചൊക്കെ തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പയും പാവം അവിടെ തന്നെ ഇരുന്നിട്ട് ഇടയ്ക്ക് താഴ്ത്തിറങ്ങി വന്നിട്ടും പറയും, അവിടെ മുകളിലാണെങ്കിൽ നല്ല കാറ്റും നല്ല സുഖമാണ് ഇരിക്കാൻ. അപ്പോൾ ഉറക്കം വരും. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, നടുവേദനയും എടുക്കാനുണ്ട്, ഒന്ന് കിടക്കാനോ പിടിക്കാനോ പറ്റിയിട്ടില്ല എന്നൊക്കെ വന്ന് പറഞ്ഞ്. എങ്കിലും പപ്പ തന്നെ വൈകുന്നേരം വരെ നിന്ന്. അയാളാണെങ്കിൽ 8 മണിക്ക് മുന്നേ വരും കേട്ടോ വന്ന്. അപ്പോൾ അങ്ങനെ വേഗം പണി തുടങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം പപ്പയ്ക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് നല്ല റെസ്റ്റ് ഉണ്ടായ ദിവസം. അപ്പോൾ അതേ രാത്രി ആയപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ എനിക്ക് വിശന്നിട്ട് പോയി. അപ്പോൾ എനിക്ക് ഒരുവിധപ്പെട്ട കറികൾ പ്രായം പറഞ്ഞ് മമ്മി എന്തെങ്കിലും കറി മേടിക്കാൻ. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഒന്നും മേടിച്ച് കഴിക്കാൻ തോന്നല്ല, എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ കഴിക്കണം. എനിക്കിങ്ങനെ ഈ റിച്ചാർഡൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടിയതുകൊണ്ട് എനിക്കിപ്പോൾ അത് ഭയങ്കര വെറുപ്പാണ് പുറത്തുനിന്ന് മേടിക്കണത്. മടുത്ത് പോയി. പണ്ടൊക്കെ ഭയങ്കര സന്തോഷമാണ് പുറത്തുനിന്ന് ഇത്തിരി മേടിക്കാൻ. പക്ഷേ അത് സ്ഥിരമായപ്പോഴത്തേക്കും നമുക്ക് മടുത്ത്. അങ്ങനെ ഞാൻ ഏതായാലും ഞാൻ അതിൻ്റെ അടുത്ത് വെച്ച് മുട്ട ഉരുളക്കിഴങ്ങ് കൂടി പുഴുങ്ങി കറി വെച്ചാൽ കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ മുട്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തേങ്ങ ചിരണ്ടി വെച്ചുകൊണ്ട് പാല് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ചോറാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്കുള്ള ചോറ്. അതുകൊണ്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. വേഗം തന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പപ്പ കിടന്ന്. പപ്പ ഭയങ്കരമായിട്ട് ടയർഡായിരുന്നു. പപ്പ ഒട്ടും തന്നെ കിടന്നിട്ടുണ്ടതില്ല. ഞാനിന്ന് മൊത്തത്തിൽ റെസ്റ്റാണ്. എങ്കിലും എനിക്ക് പിന്നെയും കിടക്കണമെന്നുള്ളൊരു ചിന്ത. അങ്ങനെ വേഗം തന്നെ കിടക്കുകയും ചെയ്തിട്ടാ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ പേരിന് ഇനി നമ്മൾക്ക് നാളെയല്ല തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്